ഹലോ ഗൈസ്, നമ്മുടെ സർവൈവൽ ഡെയിലി വ്ളോഗിൻ്റെ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ബോൺ മെയിൽ ഇട്ടിരുന്നു. അപ്പം അതൊന്ന് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഗ്രോ ചെയ്യാം. വെള്ളത്തിൽ പോയോ? ഇല്ല, 3 എണ്ണം. ചെറിയൊരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ പോക്കറ്റ് എഡിഷൻ മാറ്റി വെച്ചു. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ഹെൽത്ത് ഒക്കെ എത്രയാണെന്നൊന്നും കാണുന്നില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്ററിൽ ഈ യൂട്യൂബിൻ്റെ സൈസിലേക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമുള്ള കറക്റ്റ് കട്ട് ചെയ്ത് പോകുന്നപ്പോഴത്തേക്ക് ഹെൽത്ത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, ഹങ്കറുണ്ടോ ആ ഒരു കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ മാറ്റിയത്. ഓക്കെ, ഇത് പുതിയ ആളാണോ? ഇല്ല, പഴയ ആള് തന്നെയാണ്. 4 പൊട്ടറ്റോ കൊടുത്താൽ നമുക്ക് 4 ഉണ്ടാകുന്ന നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കെൽപ്പെടുത്തോണ്ട് വന്നിട്ട് ഓൺമേലാക്കി അതുകൂടി കൊടുത്തേക്കാം. എന്തായാലും കുറച്ച് കെൽപ്പെടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ കെൽപ്പ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 സ്റ്റാക്ക് 2.25 സ്റ്റാക്ക് ഉണ്ടല്ലേ, അപ്രോക്സിമേറ്റ്ലി ഒരു 2.25 സ്റ്റാക്ക് ഉണ്ട്. നമുക്കിത് കൂടി ബോൺമിലാക്കാം. സോ അങ്ങനെ നമുക്ക് 8 ബോൺമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് ബാക്കി വേണ്ടി നോക്കാം. എത്രയേ ഉള്ളൂ? 2 കിട്ടി. 5. നമുക്ക് 4 എണ്ണം മതി. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ 4 കൊണ്ട് കൊടുത്ത് പേക്കാക്കണത് പേക്കാവട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ നിർത്തിയതിനു ശേഷം ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വന്ന് അവിടെ നിന്ന് കുറച്ചുകൂടി മൈൻ ചെയ്ത് അപ്പം ഇവിടെ നിന്ന് താഴോട്ടഴിഞ്ഞ് നോക്കിയത്. പക്ഷേ ഇപ്പം ഈ സൈഡിൽ ഇതുപോലെ കേവാണ്, വാട്ടർ ലോക്ക് ചെയ്തൊരു കേവാണ്. അപ്പം അവിടെ നിന്ന് ഞാൻ മാറി ഇങ്ങോട്ടൊന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കുഴിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മൾ കോപ്പർ ഓർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് മൈൻ ചെയ്തിട്ടില്ല, നിങ്ങളവിടെ കാണിച്ച് മൈൻ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ എന്തായാലും അത് മൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കപ്പോൾ ഫർണസ് കൂടി ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടും. നമുക്കിപ്പോൾ ഉള്ളത് ലെതർ ആകെ ഒരു പാൻറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം പൊട്ടറ്റോ ബേക്കായി നോക്കാം. അയ്യോ, യെസ്, പൊട്ടറ്റോ ബേക്കായിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 2 മുട്ടയും കൂടി ഉണ്ട്. 2 ഇല്ല, ഡിസ്പോൺ ആയോ? ഇല്ല. ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ 11 മിനിറ്റുള്ള കഥ കഴിഞ്ഞു. എന്താ പരിപാടി? യെസ്, ഇത് നമ്മൾ 2 തവണ ട്രേഡ് ചെയ്തു. അപ്പം അത് ക്ലോസ് ചെയ്തു. നമുക്ക് ആകെ 8 ലോകം കൂടി കിട്ടും. സോ ഇനിയിപ്പം നമുക്ക് പിന്നെ തല്ലിക്കൊല്ലാം.
അതിന് മുമ്പ് ഇവരെ കൊല്ലട്ടെ. ഇവരെ കൊല്ലുന്ന വെച്ചാൽ അപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അടുത്ത സ്പോണ് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു 3 ലെതറും 2 ലീഡും കിട്ടിയിട്ടുണ്ട്. പോട്ടെ, എല്ലാം നിറഞ്ഞു. ഇങ്ങനെ ചെയ്യട്ടെ. നമുക്കിനി ബാക്കി താഴേക്ക് മെൻ ചെയ്യാൻ നോക്കാം. ക്ലോസ് ചെയ്തിട്ട് ഒരു കോഴി നമുക്കിനി ഫർണസ് നോർമൽ ഒരു ഫർണസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഫർണസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് ആൻഡസൈറ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ മൺ ചെയ്യാൻ പോയപ്പോൾ. ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. ലോഗോ അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പിക്കാക്സ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റിക്ക് തീർന്നു. ഇതൊന്ന് എടുത്തു. നമുക്കൊരു 2-3 പിക്കാക്സ് കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാം. രണ്ട് 3 പിക്കാക്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഫുഡ് വേറെ മുട്ട ഒന്നുമില്ലല്ലോ. ഒരു 4 മുട്ട കൂടി ഉണ്ട്. മുട്ടയൊക്കെ പൊട്ടത്തോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സോറി, അടച്ചു വെച്ചു. സോ നമ്മളിപ്പം മൈനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. കാരണം ഡെയിലി വ്ളോഗ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടന്റ് ചിലപ്പോൾ കുറവായിരിക്കും. സോ കാണുന്നവരെ മുട്ടിപ്പിക്കണ്ടല്ലോ. അതിനനുസരിച്ച് നോക്കാം. കാരണം മൈനിങ് മാത്രം അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബോറിങ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോവാം. വുഡ് കുക്ക് ചെയ്യാൻ വെക്കാൻ വിട്ടുപോയി. നമ്മളെ കോളെല്ലാം കഴിഞ്ഞു. കയ്യില് കഷ്ടപ്പെടാക്കി കിട്ടിയ കോളെല്ലാം ഞാൻ ടോർച്ച് അയക്കായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് താഴോട്ട് പോകുന്നെങ്കിൽ ടോർച്ച് വേണം. ഇവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടാം. അപ്പം ഓടുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സ്പീഡിന് ഓടാൻ പറ്റും. സ്റ്റെയർ കേസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ലാക്ക് നമ്മൾ കേട്ടിക്കാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോള് കിട്ടി. അതൊരു നല്ലതായിരുന്നു. സ്റ്റിക്ക് 3 സ്റ്റിക്ക് ഉണ്ടല്ലേ, അപ്പം കുഴപ്പമില്ല. നമുക്കത് തീർന്നവരുള്ള നമുക്ക് താഴോട്ട് പിടിക്കാം. സോ സ്റ്റിക്ക് യെസ്, $35 കോപ്പറും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ബാക്കി ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴോട്ട് പിടിക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കപ്പം ചിലപ്പോൾ 2 ദിവസത്ത് ചേർത്തിട്ടായിരിക്കും നമ്മൾ ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം നമുക്ക് വേറെ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പം നമുക്ക് മൈനിങ് സെഷൻസ് അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പം പലതും ചിലപ്പം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മൈനിങ് ഒക്കെ എപ്പോഴും കാണിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ നമുക്ക് കാണിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ഓഡിയൻസിന് അത് കുറച്ചുകൂടി പറ്റുന്നത് ആ ഒരു ലെവലിലായിരിക്കും. സോ അടുത്ത കോപ്പർ കിട്ടി നമുക്ക്. അപ്പോൾ മിക്കവാറും ഒരു 2 ദിവസത്തേക്ക് അപ്പോൾ ഈ ഡേ കൗണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് ഡേ 1 2. നമ്മൾ ഡീപ്പിലേക്ക് എത്തി. കോർഡിനേറ്റ്സ് ഓണാക്കാത്തതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കുഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇപ്പം അയൺ ലെവൽ ഇതിൻ്റെ മുകളിലല്ലേ വരുന്നത്. ഓക്കെ, അപ്പം ഇനി മുകളിലേക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് കുഴിച്ചു തുടങ്ങണം. കോർഡിനേറ്റ്സ് ഓണാക്കാത്തതുകൊണ്ട് കറക്റ്റ്. യെസ്, നമ്മൾ ഫസ്റ്റ് അയൺ. ഇതൊരു വലിയൊരു വെയിലായിരുന്നെങ്കിൽ നന്നായി. 2 3 4 5. ലാപ്പിസ് എന്തിനാ? 6 കുഴപ്പമില്ല. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതായി. ബെറ്റർ തന്നെ എത്തി. ഓക്കെ, ലാപ്പിസ് കൊണ്ട് ഇപ്പോൾ വലിയ ഉപയോഗമൊന്നുമില്ല. ഓക്കെ, നമുക്കിനി വീണ്ടും താഴോട്ട് കുഴിച്ചു തുടങ്ങാം. സോ ഇനിയിപ്പം എന്തെങ്കിലും ഇതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അങ്ങനെ നമ്മൾ കുഴിച്ച് ഇവിടെ താഴെ എത്തിയപ്പോൾ ഇവിടെ ഒരു കേവ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ലൈറ്റ് കാണുന്നു. ലൈറ്റ് ഉണ്ടെങ്കിൽ മിക്കവാറും ലാവയാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്നാലും കുഴിച്ചു നോക്കാം. യെസ്, ലാവയാണ്. നമുക്കൊരു ലാവ വലിയ പൂളാ അത്. താഴോട്ട് ഇനിയിപ്പം ഇറങ്ങണമല്ലോ. മണലിടാം. സർപ്രൈസ് ആയിരുന്നു. അപ്പം ലാവ കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റിനുള്ള എണ്ണായി ഉണ്ടെങ്കിൽ നമുക്ക് നെതറിൽ ഇനി കയറാൻ പറ്റും. ഫ്ലിന്റ് ഇവിടെ ഗ്രേവലുണ്ട്. അപ്പം പിന്നെ ഫ്ലിന്റ് നമുക്ക് ഒപ്പിക്കാം. സോ സിഗരറ്റ് ഒരു ലക്കായിരുന്നു അത്. പക്ഷെ നെതറിൽ ഇപ്പം കയറാൻ വേണ്ടി നമ്മളതിൽ ബെറ്റർ ആർമർ ഒന്നുമില്ല. നമുക്ക് നോക്കാം. അധികം ഒന്നും ഇവിടെ ഇനി കേവല്ല, വലിയ കേവല്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഒരു ലാവ കേവാണത്. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഇവിടെ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. പക്ഷെ റെഡ് സ്റ്റോൺ ഒന്നും എടുക്കാനുള്ള പിക്കാക്സ് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല.
നെതറിലോട്ട് നമുക്കിപ്പം കയറാൻ പറ്റും. അതൊരു എളുപ്പമായിരിക്കൂലേ? നെതറിൽ കയറിയാൽ നമുക്കിനി അവിടുത്തെ മരം നമുക്ക് വുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ചാവല് ചത്തു. ഫസ്റ്റ് ഡൈ. അത് കൈ തെറ്റിയിട്ടത്. ഞാൻ വിചാരിച്ച സൈഡിൽ കൂടി കയറാൻ നോക്കിയതാണ്. അയ്യോ, കയ്യിലുള്ള സാധനം എല്ലാം പോയി തോന്നുന്നു. കുറെ ഓറുണ്ടായിരുന്നു, അതെല്ലാം കൂടി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. യെസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ കയ്യിൽ നിന്ന് പോയത്? ഇനി വീടല്ലേ? യെസ്, ലാപ്പിസ് ഉണ്ട്. അത് പോയില്ല. ഓക്കെ, സോ നമ്മള് പാൻറ്റും തൊപ്പിയും കയ്യിലുണ്ട്. കോപ്പർ പോയി. കോപ്പറും ബാക്കി ബ്ലോക്കുകളും പോയി. ഒരു പിക്കാസും ബാക്കി ലാപ്പിസും ഉണ്ട്. ചേടാ, കുഴപ്പമില്ല. നമുക്കിനി മറ്റേ ഹാർഡ് കോർ എന്തെങ്കിലും ഉള്ളു. പേഴ്സണലി ഇതാ ഞാൻ ഹാർഡ് കോർ കളിക്കാതെ. സൈഡ് വഴി കാണിച്ചില്ല. ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയതേ ഉള്ളൂ. ചാടിയിട്ട് പിന്നെ നിങ്ങളുടെ നെതറിന്റെ കാര്യം പറഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് ചാടാൻ വേണ്ടി വയ്ക്കാതെ. അപ്പോഴത്തേക്ക് സൈഡിലായിരുന്നു തോന്നുന്നു ഇപ്പോഴെങ്ങനെ വീണത്. കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ നമുക്കപ്പം നമ്മുടെ അയൺ കയ്യിലുണ്ട്. എത്ര? 6 അയണുണ്ട്. അപ്പം അത് വെച്ച് വേണമെങ്കിൽ നമുക്കൊരു വുഡ് ഉണ്ടാക്കാൻ നോക്കാം. സിൽക്ക് ചൂട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ അവിടുത്തെ ആ ഒരു ബ്ലോക്കിനെ നമുക്ക് ഓവർ വേൾഡിൽ കൊണ്ടുവന്നാലേ നമുക്ക് ഇവിടെ ഫാം ഉണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാമൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കോപ്പർ തൽക്കാലം നോക്കി ഇവിടുത്തെ ഈ കോപ്പർ കൊണ്ട് എടുത്തിട്ട് മുകളിട്ട് പോവാം. കോപ്പർ പോയിൽ വലിയ നഷ്ടമില്ല. ഈ അയണോട് പോയിരുന്നെങ്കിലാണ് പ്രശ്നം. ഇതിൽ അയൺ നമുക്ക് തിരിച്ചു കിട്ടി. കോപ്പർ നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ലക്കില്ല. ഇത് നമുക്ക് അയൺ നമുക്ക് ഒരുക്കാൻ വയ്ക്കാം. നമ്മളതിൽ സ്റ്റെപ്പ് നീട്ടിയ 2 സ്റ്റെയർ കേസ് ഉണ്ട്. ആദ്യം ട്രാപ്പ് ഡോറും ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ, അതവിടെ കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് പുറത്ത് എന്താന്ന് നോക്കിയിട്ട് വരാം. വീറ്റൊക്കെ വളർന്ന് നോക്കപ്പോൾ അതൊന്ന് ഫാം ചെയ്തിട്ട് എൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി ഇറങ്ങി വന്നു. നമുക്കിനി ഫാം ഏരിയ നോക്കുന്നു വീതി കൂട്ടൊക്കെ വേണം. ഇതിൻ്റെ അകത്ത് ഇപ്പം 3 ഷിപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കുറച്ചും കൂടി ഇത് കെൽപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിനി കെൽപ്പ് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. നൈറ്റ് ആവുന്നതിന് മുമ്പ് പോകണം. നൈറ്റ് ആയാൽ പിന്നെ ഇവന്മാരെ ഡ്രൗണുകളും ഉണ്ടാവും. വുഡ് നമുക്കധികം കത്തിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം. നമുക്ക് ഇതൊക്കെ ഉള്ളു പരിപാടി. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതൊന്ന് വീതി കൂട്ടണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇപ്പം ഇത് പോയി ഇല വാട്ടാം നമുക്ക്. ഫുഡ് കഴിഞ്ഞു എന്നൊക്കെ തൽക്കാലം ഇതിൽ 3 അടുപ്പം കെട്ടി വെച്ചിട്ട് അതിൻ്റെ ബ്രെഡ് ഉണ്ടാക്കി.
വീണ്ടും ഒരു 4 മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ട്. അതുമില്ല. ഓക്കെ, ഏരിയ കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്താലോ? അപ്പൊ നമുക്ക് രാത്രി കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പുറത്തിറങ്ങി അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷെ പുറത്തിറങ്ങിയാലും മറ്റേ ഡൗൺ ഉള്ളതുകൊണ്ട് പ്രശ്നമായിരിക്കും. ഓക്കെ, 4 ആയിട്ടുണ്ട്. 8 ഒരെണ്ണോട് വേണം അല്ലേ? ഓക്കെ, ഒരു ഫർണസ് കൂടി വേണ്ട. വുഡില്ല, വുഡ് പറ്റത്തില്ല. 3 വുഡും വേണം. ഇത് ടോട്ടലി 4 വുഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നഷ്ടമാണ്. വിറ്റമിൻ ടെസ്റ്റ് ഇനി നമുക്ക് എളുപ്പമുണ്ടായിരുന്നല്ലേ? ഇതേപോലെ ഞാൻ മുട്ട ഇടുന്നു. അപ്പം മുട്ട നമുക്ക് വരച്ച് തന്നെയായിരുന്നു. ഇറങ്ങിപ്പോടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒരു ബ്ലോക്ക് മറ്റേ ഇത് ഏതിലെ കൂടെ ഇറങ്ങിപ്പോയത്? ഇതിന്റെ ഇടയ്ക്കൂടി ഇറങ്ങാൻ പറ്റും. ഇറങ്ങിപ്പോന്നു. ഇന്ന് അവിടെ നിന്ന് വളരെ എന്റെ ഇടയ്ക്ക് വളരെയാണെങ്കിൽ സപ്പോക്കേറ്റ് ചാവും. നമുക്ക് ഇപ്പം ഫസ്റ്റ് കെൽപ്പ് ബ്ലോക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഇനി ഫർണസിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി ഇലകൾ നമുക്ക് ശരിയാക്കി എടുക്കണം. നമുക്കിപ്പോൾ ഇതൊരു സോഴ്സ് ആക്കി എടുക്കണമെങ്കിൽ ഇനി ഫ്യൂവലായിട്ട് നമുക്ക് ഇനി കെൽപ്പാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ അതിനുള്ള ഒരു സെറ്റപ്പ് കൂടി നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഫർണസ് ഇവിടെ ഇരിക്കുന്നു. അപ്പോ ഇവിടെ കെൽപ്പ് ബ്ലോക്കുകൾ വന്ന് നിൽക്കണം. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കോപ്പറും കൂടി ഇവിടെ ഇരിക്കട്ടെ. കോപ്പർ കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കോപ്പർ കൂടി ഇരിക്കുക. കോപ്പർ ആർമറിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടെന്ന് വെച്ചാ പിന്നെ എന്തായാലും നമ്മൾ കയറണമെങ്കിൽ ആവശ്യമുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇത്രയും കിട്ടിയോണ്ട് നക്കറ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഷീൽഡാണ്. ഷീൽഡ് കൂടി നമുക്ക് ഇപ്പോഴും ഉണ്ടാക്കി വയ്ക്കാം. ഒരു ബക്കറ്റും ഒരു ഷീൽഡും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളതിൽ ഒരു 2 അയൺ കൂടി ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഒരു പുതിയ എപ്പിസോഡായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.